നമ്മൾ മെയിൽ ഐ ഡികൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡികൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. 2, 3, 4, 5 ഒക്കെ മെയിൽ ഐ ഡികൾ ക്രിയേറ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ ഇതിൽ 1, 2 മെയിൽ ഐ ഡികളെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുകയുള്ളൂ. ചിലവർ 1 ഉപയോഗിക്കുന്നുണ്ടാവുകയുള്ളൂ. പക്ഷേ ആദ്യം ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡികളൊക്കെ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് പുതിയ മെയിൽ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടാവും. എന്തായാലും ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡികൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരെണ്ണമൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ബാക്കി മെയിൽ ഐ ഡികളൊക്കെ അങ്ങനെ ഡെഡായി കിടക്കുകയായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡികൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ തന്നെ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ അത് പിന്നീട് നമുക്കൊരു അപകടമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കാത്ത മെയിൽ ഐ ഡികൾ ഹാക്കർമാർ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ ഹാക്ക് ചെയ്ത് ഉപയോഗിക്കാനും അല്ലെങ്കിൽ ആ മെയിൽ ഐ ഡികൾ വഴി നമ്മുടെ ഫോണിലെ വിവരങ്ങളും അതേപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ക്യാഷ് അടക്കം ചിലപ്പോൾ അവർ ചോർത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നിലധികം മെയിൽ ഐ ഡികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ ഉപയോഗിക്കാത്ത മെയിൽ ഐ ഡികളെയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാത്ത മെയിൽ ഐ ഡികളെ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. മെയിൽ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അതിൽ മെയിലൊക്കെ സെൻഡ് ചെയ്യാം, അതുപോലെ അതിൻ്റെ പാസ്വേഡൊക്കെ മറന്നുപോയാൽ വീണ്ടും പുതിയ പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പോലുള്ള മെയിൽ ഐ ഡിയെ സംബന്ധിച്ച് ധാരാളം പ്രയോജനപ്രദമായ വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിന്റെ ആ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലും മറ്റ് ആപ്പുകളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്കൊക്കെ ഷെയറും ചെയ്യാം. അതുവഴി അവർക്കും ഇത് പ്രയോജനപ്പെടുന്നതാണ്. എങ്കിലും ഓക്കെ, ആവശ്യമില്ലാത്ത മെയിൽ ഐ ഡികൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡികൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരെണ്ണം ഞാൻ ഒരിക്കലും ഉപയോഗിച്ചിട്ടേ ഇല്ലാത്തൊരു ജിമെയിൽ ഐ ഡിയാണ്. അപ്പോൾ ആ മെയിൽ ഐ ഡിയെ ഞാൻ യൂട്യൂബുമായിട്ടും അതേപോലെ ഗൂഗിളുമായിട്ടും അതേപോലെ മെസ്സേജ് ആപ്പുമായിട്ടും ജിമെയിൽ ഐ ഡിയുമായിട്ടൊക്കെ ഇപ്പോൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതായത് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. ഇനി സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ഈ കോർണറിൽ എം എന്നൊരു പ്രൊഫൈൽ കാണുന്നില്ലേ? ഈ മെയിൽ ഐ ഡി ഞാൻ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബുമായിട്ട് ഇവിടെ ലിങ്ക് ചെയ്തതാണ്. ഇനി ഞാൻ ബാക്ക് അടിക്കുന്നു. അടുത്തതായിട്ട് എൻ്റെ ഫോണിലെ മെസ്സേജ് ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലെ ഈ കോർണറിലായി കാണുന്ന ഈ പ്രൊഫൈലും അതേ ജിമെയിൽ അക്കൗണ്ട് തന്നെയാണ്. ഞാൻ ബാക്ക് അടിച്ചിട്ട് അടുത്തതായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ആ മുകളിലെ കോർണറിൽ കാണുന്ന പ്രൊഫൈലും അതേ ജിമെയിൽ അക്കൗണ്ട് തന്നെയാണ്. ഇനി വീണ്ടും ഞാൻ ബാക്ക് അടിച്ചിട്ട് എൻ്റെ ഫോണിലുള്ള ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പൊ ഇതിലും ഈ കോർണറിൽ കണ്ടില്ലേ, അതേ മെയിൽ ഐ ഡി തന്നെയാണ് ഞാൻ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ജിമെയിൽ ഐ ഡിയെ ഞാൻ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് ആ എം എന്ന് കാണുന്ന ആ പ്രൊഫൈലിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ താഴെ കാണുന്ന ബോക്സിൽ എനിക്കുള്ള മറ്റ് ജിമെയിൽ ഐ ഡികൾ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ തന്നെ കാണുന്ന നമ്മുടെ മെയിൽ ഐ ഡിയുടെ ഈ പ്രൊഫൈൽ ഉണ്ടല്ലോ, അതിന്റെ നേരെ താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ലേ, അത് നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്ന സ്ക്രീനിനെ മുകളിലേക്ക് ഇങ്ങനെയൊന്ന് നീക്കുക. അങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രീനിന്റെ നടുവിലായിട്ട് ഡേറ്റ ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അത് നമ്മൾ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യണം. അങ്ങനെ ഡേറ്റ ആൻഡ് പ്രൈവസിയുടെ സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഈ സ്ക്രീനിനെ നന്നായിട്ട് മുകളിലേക്ക് ഒന്ന് നീക്കുക. അപ്പൊ സ്ക്രീനിന്റെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഡെലിറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ജിമെയിൽ ആപ്പുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഈ എം എന്ന ആ ജിമെയിൽ ഐ ഡി ഉണ്ടല്ലോ, അത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആവുന്നതാണ്. അങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ജിമെയിൽ ഐ ഡി മാത്രമേ ഡിലീറ്റ് ആവുകയുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ
നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജിമെയിൽ ഐ ഡികളൊക്കെ പഴയ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജിമെയിൽ ഐ ഡി ഡിലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും ജിമെയിൽ ഐ ഡി ജിമെയിൽ ആപ്പുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ ഡെലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് വന്നിരിക്കുന്ന സ്ക്രീനിൽ എന്റെ പാസ്വേഡ് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ബയോമെട്രിക് ലോക്ക് അഥവാ ഫിംഗർ പ്രിന്റ് ലോക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ ഗൂഗിളുമായിട്ട് എന്റെ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഫിംഗർ പ്രിന്റ് ലോക്ക് തന്നെ കാണിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിന്റ് ലോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഫോണിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്വേഡ് ഉണ്ടല്ലോ, അതായത് ഹോം സ്ക്രീനിന്റെ ആ ലോക്ക് പാസ്വേഡ്, അതായിരിക്കും ഇവിടെ കാണിക്കുക. അപ്പൊ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എനിക്ക് ഫിംഗർ പ്രിന്റ് ലോക്ക് ആയതുകൊണ്ട് ഞാൻ എന്റെ തമ്പ് ആ താഴെ കാണുന്ന ലോക്ക് സ്കാനറിലേക്ക് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ പാസ്വേഡ് വെച്ച് കൊടുത്തതും തന്നെ അടുത്തതായിട്ട് ഡെലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു സ്ക്രീനാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ഈ സ്ക്രീനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ ഈ മെയിൽ ഐ ഡി ഏതൊക്കെ ആപ്പുകളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട ഡേറ്റകളും അതേപോലെ ഈ മെയിൽ ഐ ഡിയും പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആകും എന്നാണ് ഈ സ്ക്രീനിൽ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്ക്രീനിന്റെ ഏറ്റവും താഴെയായിട്ട് ദാ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ചെറിയ ബോക്സുകൾ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്ത് നമ്മൾ ചെക്ക് ഇടണം, അതായത് ടിക്ക് മാർക്ക് വരുത്തണം. എന്നിട്ട് സ്ക്രീനിന്റെ താഴെ റൈറ്റ് സൈഡിൽ ഇവിടെ ഡിലീറ്റ് അക്കൗണ്ട് എന്നൊരു ബ്ലൂ ബട്ടൺ കാണുന്നില്ലേ, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ആ ബോക്സുകളിൽ നമ്മൾ ചെക്ക് ഇടാതെ ആ ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്താൽ അത് വർക്ക് ആവില്ല. ഞാനൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. ഇപ്പൊ അവിടെ പ്ലീസ് അക്നോളജ് എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ആ രണ്ട് ബോക്സിലും പ്രസ് ചെയ്ത് ചെക്ക് ഇടുന്നു. ഇനി ആ ഡിലീറ്റ് അക്കൗണ്ടിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ ആ ജിമെയിൽ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആയി കഴിഞ്ഞു. പകരം ഇവിടെ എന്റെ മറ്റൊരു ജിമെയിൽ അക്കൗണ്ട് ഗൂഗിളുമായിട്ട് ലിങ്ക് ആയിട്ടും ഉണ്ട്. ഇപ്പൊ ഇവിടെ മുകളിൽ കണ്ടില്ലേ, എം എന്നൊരു പ്രൊഫൈൽ ആയിരുന്നു നേരത്തെ ഇവിടെ ലിങ്ക് ആയിരുന്നത്. അപ്പൊ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ഇവിടെ കാണുന്നില്ല. പകരം എന്റെ ഫോട്ടോയുള്ള മറ്റൊരു ജിമെയിൽ അക്കൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് ലിങ്ക് ആയി കഴിഞ്ഞു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ജിമെയിൽ അക്കൗണ്ടുകളെ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ജിമെയിൽ അക്കൗണ്ടിനെ ഗൂഗിളുമായിട്ട് വീണ്ടും ലിങ്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.